ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ നാളെ തുടക്കമാകും. മറ്റന്നാളാണ് ഇടക്കാല ബജറ്റ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുടർച്ചയായ മൂന്നാം വർഷവും 7% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പിന്റെ റിപ്പോർട്ട്. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ നിയമസഭയിൽ അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും. ആലപ്പുഴയിലെ BJP നേതാവിനെ വധിച്ച കേസിലെ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് കോടതി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി, സഹമന്ത്രിമാരായ വി മുരളീധരൻ, അർജുൻ റാം മേഘ്വാൾ എന്നിവർക്കു പുറമെ കോൺഗ്രസ്, DMK, JDU, തൃണമൂൽ, CPIM തുടങ്ങി വിവിധ കക്ഷികളിൽ നിന്നുള്ള നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ലക്ഷ്യമിട്ടാണ് യോഗം. ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ നാളെ തുടക്കമാകും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റന്നാൾ ഇടക്കാല കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. അടുത്ത മാസം 9 വരെയാണ് സമ്മേളനം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുടർച്ചയായ മൂന്നാം വർഷവും 7% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പിന്റെ റിപ്പോർട്ട്. ആഗോള സമ്പദ് വ്യവസ്ഥ 3% മാത്രം വളർച്ച കൈവരിച്ച സ്ഥാനത്താണ് ഇന്ത്യയുടെ കുതിച്ചുചാട്ടം. രാജ്യത്തെ പൊതുമേഖലാ മൂലധന നിക്ഷേപം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 2014 മുതൽ നടപ്പാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെയും ചെറുഘടകങ്ങളെയും ശക്തിപ്പെടുത്തി. അമേരിക്കയ്ക്കും UK-യ്ക്കും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാങ്കേതിക സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായും രാജ്യം മാറിയിട്ടുണ്ട്. തൊഴിൽ, വ്യാപാര നടപടിക്രമം ലഘൂകരിക്കൽ, കാർഷിക മേഖല, കൊമേഴ്സ്, കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലും പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സേനാ മേധാവിമാർ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ ഇന്ന് സർവ്വമത പ്രാർത്ഥനയും നടന്നു. മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എല്ലാ ധീര രക്തസാക്ഷികളെയും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു ായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവരുടെ ത്യാഗം എല്ലാവർക്കും പ്രചോദനം പകരുന്നതായും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തും ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തി. ജനാധിപത്യത്തോടും മതേതരത്വത്തോടുമുള്ള ഗാന്ധിജിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഈ അവസരത്തിൽ ഓർക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യും. പ്രതിപക്ഷത്തു നിന്നും റോജി M. ജോൺ ആണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതിനെ തുടർന്നാണ് സ്പീക്കർ അനുമതി നൽകിയത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയാണ് ചർച്ച. പ്രമേയം സഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷത്തിന് നന്ദി പറയുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്ന് തുടരും. നാളെ അവസാനിക്കുന്ന ചർച്ചയ്ക്കൊടുവിൽ ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറയും. ഫെബ്രുവരി 5-നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുക. ഫെബ്രുവരി 12 മുതൽ 15 വരെ ബജറ്റ് ചർച്ച നടക്കും. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിലെ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികൾ SDPI പ്രവർത്തകരാണ്. പ്രതികൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ലെന്നും കോടതി വിധി പ്രസ്താവത്തിനിടെ പറഞ്ഞു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായി നേരത്തെ കോടതി വിധിച്ചിരുന്നു. 2021 ഡിസംബർ 19-നായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ പ്രതികൾ അതിക്രമിച്ചു കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുൻപിൽ വച്ച് കൊലപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ന്യൂഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. 8.7 ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില. മൂടൽമഞ്ഞ് റെയിൽ, വിമാന സർവീസുകളെ തടസ്സപ്പെടുത്തി. ഡൽഹിയിലെ വായു മലിനീകരണവും രൂക്ഷമായ തോതിൽ തുടരുകയാണ്. വായു ഗുണനിലവാര സൂചികയിൽ 364 ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ അടുത്ത 3 ദിവസം കൂടി കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് കടുത്ത രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഉഭയകക്ഷി പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. ഇന്ത്യയുടെ സൌഹൃദത്തിനും പിന്തുണയ്ക്കും നന്ദി രേഖപ്പെടുത്തിയ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് ശ്രീ ജയശങ്കറുമായി ചർച്ച ചെയ്തു. ഇന്ത്യയെ പശ്ചിമേഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ചരക്കു നീക്കം, പ്രാദേശിക പദ്ധതികൾ എന്നിവയും നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളും താൽപര്യങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, ലബോറട്ടറി ഗ്ലാസ് ഉപകരണങ്ങൾ തുടങ്ങി ഉപഭോക്തൃ സുരക്ഷയെ ബാധിക്കുന്ന പ്രത്യേകതരം ഉൽപ്പന്നങ്ങൾക്കായുള്ള ഗുണനിലവാര മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ശക്തമായ സംവിധാനം രാജ്യത്ത് രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് ഇതിലൂടെ സാധിക്കും. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൌണ്ടിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങൾ ജയിച്ച് എ ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സൂപ്പർ 6ൽ പ്രവേശിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ബ്ലൂ ഫോണ്ടയിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. അടുത്ത മാസം 2 മുതൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയും KL രാഹുലും കളിക്കില്ലെന്ന് BCCI അറിയിച്ചു. രണ്ടുപേർക്കും പരിക്കുണ്ട്. ഞായറാഴ്ച ഹൈദരാബാദിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 28 റൺസിന് തോറ്റിരുന്നു. സർഫാസ് ഖാൻ, സൌരവ് കുമാർ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെയാണ് സെലക്ഷൻ കമ്മിറ്റി ടീമിൽ ഉൾപ്പെടുത്തിയത്. റഷ്യയിൽ മാർച്ചിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത് റഷ്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന ഒപ്പ് ശേഖരണ പരിപാടിയിൽ 3 ലക്ഷത്തിലധികം വോട്ടർമാരുടെ ഒപ്പ് പുടിന് ലഭിച്ചതിനു പിന്നാലെയാണ് ഈ നടപടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യൻ ഫെഡറേഷന്റെ നിക്കോളായ് ഖാരിറ്റനേവ്, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് റഷ്യയുടെ ലിയോനൈഡ് സ്ലട്സ്കി എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വ്ളാഡിമിർ പുടിന് 5ാം തവണയും അധികാരത്തിൽ തുടരാൻ സാധിക്കും. ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ സ്ഥാപനമായ ന്യൂറലിങ്ക് സ്റ്റാർട്ടപ്പിന്റെ നേതൃത്വത്തിൽ മനുഷ്യനിൽ ഘടിപ്പിച്ച ആദ്യ ബ്രെയിൻ ഇംപ്ലാന്റ് വിജയകരമായതായി എലോൺ മസ്ക് അറിയിച്ചു. തലച്ചോറിനും കമ്പ്യൂട്ടറുകൾക്കുമിടയിൽ നേരിട്ടുള്ള ആശയവിനിമയം ലക്ഷ്യമിട്ടുള്ള ഈ സംവിധാനത്തിന് മനുഷ്യന്റെ കഴിവുകൾ ഊർജിതപ്പെടുത്തുക, പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾക്ക് കൃത്യമായ ചികിത്സ നൽകുക, ഭാവിയിൽ മനുഷ്യരും നിർമ്മിത ബുദ്ധിയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുക തുടങ്ങി നിരവധി സാധ്യതകളാണുള്ളത്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ വർഷമാണ് ന്യൂറലിങ്കിന് മനുഷ്യരിൽ ഇംപ്ലാന്റ് പരീക്ഷിക്കുന്നതിന് അനുമതി നൽകിയത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ഭാരത് പർവ് പ്രദർശനം നാളെ സമാപിക്കും. വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് 23 മുതൽ 9 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചത്. 26 കേന്ദ്ര മന്ത്രാലയങ്ങളും വകുപ്പുകളും പങ്കെടുക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കലാ സാംസ്കാരിക പരിപാടി, പാചകമേള, കരകൌശല, കൈത്തറി സ്റ്റാളുകൾ എന്നിവ അടക്കം 30-ലധികം പവലിയനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. രാജ്യം ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ആചരിക്കുന്നു. ഗാന്ധിജിക്ക് കുഷ്ഠരോഗികളോട് ഉണ്ടായിരുന്ന ദയാവായ്പും അനുകമ്പയും കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. പരിപാടിയുടെ ഭാഗമായി ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ വ്യാപകമായി ബോധവത്കരണ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ നാളെ തുടക്കമാകും. മറ്റന്നാളാണ് ഇടക്കാല കേന്ദ്ര ബജറ്റ്.
ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുടർച്ചയായ മൂന്നാം വർഷവും 7% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സാമ്പത്തികകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട്. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ നിയമസഭയിൽ അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും. ആലപ്പുഴയിലെ BJP നേതാവിനെ വധിച്ച കേസിലെ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് കോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.